ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ലിറ്റ്ബീസ്. ലിറ്റ്ബീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോണി മോറിസൺ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്ററെ കുറിച്ചാണ്. ടോണി മോറിസൻ്റെ പ്രധാനപ്പെട്ട വർക്കുകൾ, അവരെക്കുറിച്ചുള്ള ഒരു ഷോർട്ട് ബയോ, അവരുടെ പ്രധാനപ്പെട്ട വർക്കുകളെ കുറിച്ചിട്ടുള്ള ഒരു ഷോർട്ട് സമ്മറി, അതുപോലെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട വർക്കുകൾ അത് മെമ്മറൈസ് ചെയ്ത് വെക്കാനുള്ള ഒരു കോഡ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ടോണി മോറിസനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ടോണി മോറിസൺ 1931 മുതൽ 2019 വരെയുള്ള കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഒരു സെലിബ്രേറ്റഡ് ആഫ്രിക്കൻ അമേരിക്കൻ നോവലിസ്റ്റ് ആയിരുന്നു ടോണി മോറിസൺ. നോബൽ പ്രൈസൊക്കെ വിൻ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ആഫ്രിക്കൻ അമേരിക്കൻ നോവലിസ്റ്റാണ്, എസ്സൈസ്റ്റ് ആയിരുന്നു, എഡിറ്ററും പ്രൊഫസറും കൂടിയായിരുന്നു. അവരുടെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള പോയറ്റിക് ആൻഡ് പ്രോസിന് പേരിൽ അവർ ഫേമസ് ആണ്. ഓൾ ഓവർ ദ വേൾഡ് ഫേമസ് ആണ് ടോണി മോറിസൺ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും അവർ എക്സ്പ്ലോർ ചെയ്ത തീമുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ഐഡൻറ്റിറ്റി, അതുപോലെ തന്നെ ഹിസ്റ്ററി ആൻഡ് വുമൻഹുഡ്, അമേരിക്കയിലെ ബ്ലാക്ക് ഐഡൻറ്റിറ്റി, അതുപോലെ തന്നെ ഹിസ്റ്ററി, വുമൻഹുഡ്, ഈ ഒരു തീമുകൾ വെച്ചാണ് പ്രധാനമായിട്ടും ടോണി മോറിസൻ്റെ വർക്കുകൾ വന്നിട്ടുള്ളത്. ഇനി പ്രധാനപ്പെട്ട കുറച്ച് ഫാക്ട്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ, അവരുടെ ബർത്ത് നെയിം ശരിക്കും ടോണി മോറിസൺ എന്നല്ല, ചോൾ അഡേലിയ വോഫോർഡ് എന്നായിരുന്നു അവരുടെ ബർത്ത് നെയിം ഉണ്ടായിരുന്നത്. 1931 ഫെബ്രുവരി 18 ഒഹിയോ, USA ഒഹിയോയിലാണ് അവർ ജനിക്കുന്നത്. മാത്രമല്ല 2019 റീസെൻ്റ്ലി ഓഗസ്റ്റ് 5 2019 ടോണി മോറിസൺ മരിക്കുന്നത്. പ്രധാനപ്പെട്ട അച്ചീവ്മെൻറ്റ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നോബൽ പ്രൈസ് തന്നെയാണ് ഏറ്റവും ഫേമസ് അച്ചീവ്മെൻറ്റ്. 1933 ടോണി മോറിസൺ എന്ത് ചെയ്യുന്നുണ്ട്, നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ കിട്ടുന്നുണ്ട്. ഷി വാസ് ദ ഫസ്റ്റ് ആഫ്രിക്കൻ അമേരിക്കൻ വുമൺ. നോബൽ പ്രൈസ് കിട്ടുന്ന ആദ്യത്തെ ആഫ്രിക്കൻ അമേരിക്കൻ വുമൺ ആരായിരുന്നു? ടോണി മോറിസൺ ആയിരുന്നു. മാത്രമല്ല പുലിറ്റ്സർ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. 1988 പുലിറ്റ്സർ പ്രൈസും അവർക്ക് കിട്ടുന്നുണ്ട്. അവരുടെ ബിലോവഡ് എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള വർക്കിനാണ് ഇത് കിട്ടുന്നത്. മാസ്റ്റർ പീസ് വർക്കാണിത്. പിന്നെ മാത്രമല്ല പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം 2012 അവർക്ക് കിട്ടുന്നുണ്ട്. 12 ഇത് ആക്ച്വലി അന്നത്തെ പ്രസിഡന്റ് ബറാക്ക് ഒബാമയാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ പ്രധാനപ്പെട്ട ലിറ്റററി തീംസ് ടോണി മോറിസൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഏറ്റവും ഫസ്റ്റ് ആഫ്രിക്കൻ അമേരിക്കൻ ഹിസ്റ്ററി തന്നെയാണ്. അതുപോലെ തന്നെ അവരുടെ കൾച്ചർ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, പിന്നെ നമ്മുടെ ടോണി മോറിസൺ ചർച്ചയ്ക്ക് എടുക്കുന്നത്. ആഫ്രിക്കൻ അമേരിക്കൻ, പിന്നെ പ്രത്യേകിച്ച് അവരുടെ കൾച്ചർ ആൻഡ് ഹിസ്റ്ററി, എസ്പെഷ്യലി വുമൺ സൈഡിൽ നിന്നുള്ള വർക്ക്സ്. അതുപോലെ തന്നെ സ്ലേവറി ഒരു മെയിൻ ഒരു തീമായിട്ട് കടന്നു വരുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ മദർഹുഡ് ആൻഡ് ഫാമിലി, സ്ത്രീകളെക്കുറിച്ചാകുമ്പോൾ മദർഹുഡ് ആൻഡ് ഫാമിലി കടന്നു വരുന്നുണ്ട്. റേസ്, ജെൻഡർ ആൻഡ് ഐഡൻറ്റിറ്റി മറ്റൊരു തീമാണ്. പിന്നെ മെമ്മറി ആൻഡ് ട്രോമ പല നോവൽസിലും അത് കടന്നു വരുന്നതായിട്ട് കാണാൻ പറ്റും. പ്രധാനപ്പെട്ട വർക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ദ ബ്ലൂവസ്റ്റ് ഐയൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്. 1970 എഴുതിയ മോറിസൻ്റെ ഡെബ്യൂ നോവലാണ് ദ ബ്ലൂവസ്റ്റ് ഐ എന്നുള്ളത്. ഇത് പ്രധാനമായിട്ടും റാഷ്യൽ ബ്യൂട്ടി, റാഷ്യൽ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിനെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ എക്സ്പ്ലോർ ചെയ്യുന്നത്. മാത്രമല്ല പിന്നെ റേസിസം കൂടി ഇതിൽ വളരെ മെയിനായിട്ടുള്ള ഒരു തീമായിട്ട് കടന്നു വരുന്നതായിട്ട് കാണാൻ പറ്റും. മറ്റൊരു വർക്കാണ് സോങ് ഓഫ് ദ സോളമൻ. ഇത് ആക്ച്വലി ഒരു കമ്മിങ് ഓഫ് ഏജ് ഒരു സ്റ്റോറി ആയിട്ടാണ് സോങ് ഓഫ് ദ സോളമൻ കടന്നു വരുന്നത്. ഇതിൽ പ്രധാനമായിട്ടും റിയലിസം, അതുപോലെ തന്നെ മാജിക്കൽ എലമെൻറ്റ്സ് കൂടി കടന്നു വരുന്നതായിട്ട് കാണാൻ പറ്റും. സോങ് ഓഫ് സോളമൻ 1977 ടോണി മോറിസൺ ഈ ഒരു വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബിലോവഡ് 1987 അവർ എഴുതിയിട്ടുള്ള ബിലോവഡ്, പുലിറ്റ്സർ പ്രൈസ് ഒക്കെ വിൻ ചെയ്ത ബിലോവഡ് എന്നുള്ള വർക്ക്, ഇത് ആക്ച്വലി ഒരു ട്രൂ സ്റ്റോറിയാണ്. അത് ബേസ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ള ഒരു വർക്കാണ്. ഒരു സ്ലേവ് ആയിട്ടുള്ള ഒരു അടിമ ഓടി രക്ഷപ്പെട്ടു പോയതിനു ശേഷം അവരുടെ സ്റ്റോറി ബേസ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ള വാക്കാണ് ബിലോവഡ് എന്നുള്ളത്. ഭയങ്കര ഒരു ഹോണ്ടിങ് ടെയിലാണ്. മെമ്മറി, ലോസ്, മദർഹുഡ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് തീം ഇതിൽ കടന്നു വരുന്നതായിട്ട് കാണാൻ പറ്റും. മറ്റൊരു വർക്കാണ് ജാസ് എന്നുള്ള വർക്ക്. 1992 എഴുതിയിട്ടുള്ള ജാസ്. ഇത് ആക്ച്വലി 1920 പിന്നെ ഹാർലം റിനൈസൻസിലെ അത് ആ ഒരു ഹാർലമിൽ സെറ്റ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ള ഒരു വർക്കാണ് ജാസ് എന്നുള്ളത്. ഇതിൽ പ്രധാനമായിട്ടും ജാസ് മ്യൂസിക്കിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ടാർ ബേബി എന്ന് പറയുന്ന മറ്റൊരു വർക്ക് കൂടി അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ടാർ ബേബി 1981 എഴുതപ്പെടുന്നത്. ഇതിൽ പ്രധാനമായിട്ടും റേസ്, ക്ലാസ്, ജെൻഡർ തുടങ്ങിയിട്ടുള്ള തീമുകൾ കടന്നു വരുന്നതായിട്ട് കാണാൻ പറ്റും. ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലവ് സ്റ്റോറി കൂടിയാണ് ടാർ ബേബി എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട വർക്ക്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ വീഡിയോയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, എങ്ങനെയാണ് ടോണി മോറിസൺ എന്നുള്ളത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ്. അപ്പോൾ നമുക്ക് അവരുടെ വർക്കുകൾ എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഓർഡറിൽ നമുക്ക് എങ്ങനെ പഠിച്ചു വെക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമുക്കൊരു മെമ്മറി കോഡ്, ഒരു സ്റ്റോറി മോഡൽ മെമ്മറി കോഡ് തന്നെ ഇവിടെ ഓർത്ത് വെക്കാം. ദ ബ്ലൂവസ്റ്റ് ഐ, സുല, സോങ് ഓഫ് ദ സോളമൻ, ടാർ ബേബി, ബിലോവഡ്, ജാസ്, പാരഡൈസ്, ലവ്, മേഴ്സി, ലാസ്റ്റ് ഹോം, ഗോഡ് ഹെൽപ്പ് ദ ചൈൽഡ് എന്നാണ് ഇവരുടെ വർക്കുകൾ. അപ്പോൾ നമുക്ക് ഒരു സ്റ്റോറി പോലെ തന്നെ ഇതിങ്ങനെ ഈ ഒരു 11 വർക്കുകൾ പഠിച്ചു വെക്കാം. നീല കളറുള്ള സുല എന്ന് പറയുന്ന ഒരു പെൺകുട്ടി സോളമൻ്റെ പാട്ട് കേൾക്കാൻ പോയി. അവിടെ ചെന്നിട്ട് ഒരു ടാർ ബേബി ഉണ്ടായിരുന്നു ആ പാട്ട് കേൾക്കാൻ പോയ സ്ഥലത്ത്. സോങ് ഓഫ് സോളമൻ കേൾക്കാൻ പോയപ്പോൾ അവിടെ ടാർ ബേബി ഉണ്ടായിരുന്നു. ആ ടാർ ബേബിയുമായിട്ട് പ്രണയത്തിലാവാണ്. അവർ തമ്മിൽ എന്ത് ചെയ്യുന്നു, ബിലോവഡ്, അവർ തമ്മിൽ പ്രണയത്തിലാവുന്നു. അങ്ങനെ ഇവരെന്ത് ചെയ്യാണ്, ഒരു ജാസ് ബ്രാൻഡ് തുടങ്ങുകയാണ്. ഈ ജാസ് ബ്രാൻഡിൻ്റെ പേരായിരുന്നു പാരഡൈസ്, ലവ്, മേഴ്സി എന്ന് പറയുന്നത്.
ഓക്കെ, ഈ ജാസ് ബ്രാൻഡിൻ്റെ പേരെന്താണ്? പാരഡൈസ് ലവ് മേഴ്സി എന്നാണ്. അങ്ങനെ അവർ ഈ ഒരു ബ്രാൻഡൊക്കെ തുടങ്ങി വീട്ടിലേക്ക് തിരിച്ചെത്താണ്. വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ സുലയുടെ അമ്മ അവരോട് പറയാണ്, ഗോഡ് ഹെൽപ്പ് ദ ചൈൽഡ്, എൻ്റെ മക്കളെ എന്ത് ചെയ്യട്ടെ, ദൈവം രക്ഷിക്കട്ടെ. അപ്പോൾ നീലക്കണ്ണുള്ള സുല എന്ന് പറയുന്ന പെൺകുട്ടി സോളമൻ്റെ പാട്ട് കേൾക്കാൻ പോകുന്നു. അവിടെ നിന്ന് ടാർ ബേബി എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് എന്ത് ചെയ്യാണ്, ആ ഒരു പ്രണയത്തിലാവാണ്, ലബില വുഡ്സ്. അതിനുശേഷം അവരൊരു ജാസ് ബ്രാൻഡ് തുടങ്ങുന്നു. ആ ജാസ് ബ്രാൻഡിൻ്റെ പേരാണ് പാരഡൈസ് ലവ് മേഴ്സി. അങ്ങനെ ഇത് തുടങ്ങിയിട്ട് അവർ വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് അല്ലേ. തിരിച്ചെത്തുമ്പോൾ അമ്മ പറയാണ്, ഗോഡ് ഹെൽപ്പ് ദ ചൈൽഡ്. ഈ ഒരൊറ്റ സ്റ്റോറി പഠിച്ചു വെച്ചാൽ മതി, നമുക്ക് അത്രയും സിമ്പിളാണ് ടോണി മോറിസൻ്റെ എല്ലാ വർക്കുകളും ക്രോണോളജിക്കൽ ഓർഡറിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, താങ്ക് യു.